Good morning, sir. സാർ കേൾക്കാൻ പറ്റുന്നില്ല. ഇല്ല സർ. സാർ കേൾക്കാൻ പറ്റുന്നില്ല. സാർ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല. ജിനുവിന് രമ്യക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ മെസ്സേജ് ഓക്കെ, കേൾക്കാൻ പറ്റണ്ടോ നമുക്ക്? ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മള് ഈ ക്ലാസ്സിലൊരു നേരത്തെ പറഞ്ഞാണ് കണ്ടീഷണൽ സെന്റൻസ്, അതിനെ കുറിച്ചാണ് ആദ്യം പറയണത്. ആ സെന്റൻസിന്റെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഊഹിച്ച് പറയാൻ കഴിയൂ. അപ്പോ
കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപ്പോഴേക്കും എന്തോ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായി, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പോ ഏത് കണ്ടീഷണൽ സെന്റൻസിനും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഇഫ് ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം, മറ്റൊന്ന് അപ്പോ ഇഫ് ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തെ നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയാം. അതായത് പൂർണ്ണമായ അർത്ഥമില്ലാത്ത ഭാഗം. അതുപോലെ പൂർണ്ണ അർത്ഥമുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സാവും. നമ്മൾ സാങ്കല്പികമായോ ഊഹിച്ചോ പറയുന്ന ഒരു കാര്യം. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സാവും. അപ്പോ ഈ വാക്യം നമ്മൾ എങ്ങനെ ഇഫ് ഉപയോഗിച്ച് പറയും എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ ഇഫ് എന്ന് ഉപയോഗിക്കാം. നിങ്ങൾ ഇഫ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് ആയിട്ടുള്ള യു എന്ന് ഉപയോഗിക്കാം. ഇഫ് യു. അതിനുശേഷം വെർബ് ഉപയോഗിക്കുക. അതിന്റെ ടെൻസിന് പ്രത്യേകതയുണ്ട്. അത് ഞാൻ ആദ്യം ഒരു വാക്യം എങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞതിന് ശേഷം ആ ടെൻസുകളുടെ പ്രത്യേകതയോട് പറയാം. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ, യു വിൽ പാസ് ദ എക്സാം. അപ്പൊ നോക്കാം, ഏത് കണ്ടീഷണൽ സെന്റൻസിലും രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ എന്നിവ ഉണ്ടായിരിക്കും. ഇപ്പോ ഇതിനെ നമ്മൾ പറയണത് ഫസ്റ്റ് കണ്ടീഷണൽ എന്നാണ്. അതായത് ഇഫ് യു റൈറ്റ് ദ എക്സാം, ഇഫ് യു റൈറ്റ് ദ എക്സാം, നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. അതായത് ഇവിടെ എന്താ, ഒരു കണ്ടീഷൻ പൂർത്തിയാവുകയാണെങ്കിൽ മറ്റൊരു പ്രവൃത്തി നടക്കും എന്ന് പറയാനാണ് നമ്മൾ ഈ കണ്ടീഷണൽ സെന്റൻസ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും ഇതുപോലെ പറയാവുന്നതാണ്. ഇഫ് ക്ലോസില് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഭവമാണ്, ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തുണ്ടായിരിക്കണം? വിൽ എന്നോ ഷാൽ എന്നോ ക്യാൻ അതുപോലെ മേ, ഈ വാക്കുകളാണ് സാധാരണയായിട്ട് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ അപ്പൊ നോക്കാം, ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, വിൽ, ഷാൽ എന്നിവ ആയിരിക്കും. So, if you study well, you will pass the exam. If you invite him, he will come. If ക്ലോസിന്റെ ഒന്നാമത്തെ കണ്ടീഷണൽ സെന്റൻസ് ആണ് ഇവിടെ പറഞ്ഞത്. അടുത്തതാണ്, ഇതിനെ നമ്മൾ ഓപ്പൺ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതായത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കണ്ടീഷൻസിലൂടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഈ വാക്യം തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയാം. ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സീക്വൻസ് ഓഫ് ടെൻസ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു നോക്കാം. ഇഫ് യു റോട്ട് ദ എക്സാം, ഇഫ് യു റോട്ട്, അവിടെ റോട്ട് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ മെയിൻ ക്ലോസിൽ നിങ്ങൾ വില്ലിന്റെയും ഷാലിന്റെയും ക്യാന്റെയും മേ എന്നിവയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്
ാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ഇഫ് യു റോട്ട് ദ എക്സാം, നിങ്ങൾ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ യു വുഡ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. യു വുഡ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം വേണം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ കണ്ടീഷണൽ സെന്റൻസിനെ ഡൗട്ട്ഫുൾ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. മൂന്നാമത്തെ ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ് ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉൾക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉണ്ടോ, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്നിങ്ങനെയുള്ള ഓക്സിലിയറീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ വാക്യം തന്നെ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, അവിടെ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? വുഡ് ഹാവ് എന്നോ ഷുഡ് ഹാവ്, കുഡ് ഹാവ് അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. വുഡ് ഹാവിനും ഷുഡ് ഹാവിനും ഒക്കെ ശേഷം നമ്മളൊരു വെർബ് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഈ കണ്ടീഷനെ നമ്മൾ പറയണത് അൺറിയൽ കണ്ടീഷൻ എന്നാണ്. അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഫലീകരിക്കാത്ത ഒരു ആഗ്രഹമാണ് ഈ കണ്ടീഷനിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കണ്ടീഷണൽ സെന്റൻസ് കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അതിനെ നമ്മൾ സീറോ കണ്ടീഷണൽ എന്നാണ് പറയുന്നത്. അതായത് സീറോ കണ്ടീഷൻസിൽ നമ്മളൊരു വാക്യം എഴുതുമ്പോൾ ഇഫ് ക്ലോസില് ഒരു പൊതുവായിട്ടുള്ള സത്യമായിരിക്കും പറയുന്നത്. മെയിൻ ക്ലോസിലും അതുപോലെ തന്നെ. അപ്പൊ പൊതുവായ സത്യങ്ങൾ നമ്മൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഇഫ് ക്ലോസില് സിമ്പിൾ പ്രസന്റും അതുപോലെ മെയിൻ ക്ലോസിലും അതേ ടെൻസ് തന്നെ ആയിരിക്കും സീറോ കണ്ടീഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇഫ് യു ഹീറ്റ് ഐസ്, if you heat ice, it melts. നിങ്ങൾ ഐസ് ചൂടാക്കുകയാണെങ്കിൽ ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകുന്നു. ഉണ്ടോ? ഈ രണ്ട് ക്ലോസുകളിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ നമുക്ക് അതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് ക്ലോസിലെ ടെൻസ് അനുസരിച്ചിട്ടാണ് മെയിൻ ക്ലോസിൽ മാറ്റങ്ങൾ വരുന്നത്. ഇഫ് ക്ലോസില് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ അങ്ങനെയുള്ള വാക്കുകളായിരിക്കും. ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് അങ്ങനെയുള്ള വാക്കുകളായിരിക്കും. ഇഫ് ക്ലോസില് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുണ്ടായിരിക്കും. പിന്നെ അതിനെയാണ് അൺറിയൽ കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി സീറോ കണ്ടീഷണൽ എന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കും. ഇതാണ് ഇഫ് ക്ലോസിന്റെ ഘടന. എങ്കിൽ എന്നാണ് ഇഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് ആൻസർ പറയാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇഫ് യു ഹെൽപ് ഹിം, ഇഫ് യു ഹെൽപ് ഹിം, നിങ്ങൾ അവനെ സഹായിക്കുകയാണെങ്കിൽ ഹി ഡാഷ് യു, ഹി വുഡ് ഹെൽപ്പ് എന്ന് പറയോ, ഹി വിൽ ഹെൽപ്പ് എന്ന് പറയോ, വുഡ് ഹാവ് ഹെൽപ്പ്, ഏതായിരിക്കും നിങ്ങൾ പറയണത്?
സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. If you help him, if you help him, he will help you. ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് മെയിൻ ക്ലോസിൽ നമ്മൾ will ആണ് ഉപയോഗിച്ചത്. വിൽ ഹെൽപ്പ്. will help. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ കുറച്ച് എക്സാമ്പിൾ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ഞാൻ മലയാളത്തിൽ ഒരു വാക്യം പറയാം, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഒന്ന് മൊഴിമാറ്റം നടത്താം. നോക്കാം. അവൾക്ക് കഴിവുണ്ടെങ്കിൽ, അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾ ഈ പ്രശ്നം പരിഹരിക്കും. How can we express this idea in Malayalam into English by using if clause? അവൾക്ക് കഴിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനെ പറയും. ആദ്യം തന്നെ എബിലിറ്റി. if she has the ability. ഇഫ് ക്ലോസിൽ ഹാസ് എന്ന പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ മെയിൻ ക്ലോസിൽ എന്ത് ഉപയോഗിക്കണം? will or shall എന്നായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഷീ എന്നുള്ളതാണ് മെയിൻ ക്ലോസിലെ സബ്ജക്റ്റ്. അതുകൊണ്ട് ഷീ വിൽ സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോ അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പ്രോബ്ലം പരിഹരിക്കുമായിരുന്നു. നമ്മൾ എങ്ങനെ പറയും? അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നു എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഹാഡ് എന്നാണ്. തുഷാര പറയാമോ? If she had the ability, she would have. No, she could solve the problem. Past perfect ആണെങ്കിൽ മാത്രമേ could have, should have, would have എന്നൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ എഴുതി വെക്കുക. അത് സാധാരണഗതിയിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറ്റേ ഗ്ലാൻസിൽ മനസ്സിലാക്കാൻ ഒരു മാർഗം നിങ്ങളോട് പറയാം. അതായത് ഒരു കോളം ഇതുപോലെ വരയ്ക്കുക, അതിനെ 2 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുക. ആദ്യത്തെ ഭാഗത്തിന് മുകളിൽ ഇഫ് ക്ലോസ് എന്ന് എഴുതാം, രണ്ടാമത്തേല് മെയിൻ ക്ലോസ് എന്ന് എഴുതാം. എന്താ ഓരോ എക്സാമ്പിൾ ഇഫ് ക്ലോസില് പ്രസന്റ് ടെൻസ്, ആ പ്രസന്റ് ടെൻസ് എഴുതിയിട്ട് അതിനൊരു എക്സാമ്പിൾ എഴുതാം. ഇഫ് യു റൈറ്റ് ദ എക്സാം, മെയിൻ ക്ലോസില് യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് ക്ലാസ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാനാണ്. ഇത് വാക്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി വ്യക്തമാവും. ഇഫ് യു റൈറ്റ് ദ എക്സാം യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. ആ സെന്റൻസ് തന്നെ നിങ്ങൾ പാസ്റ്റ് ടെൻസിലാക്കി പറയണം. അപ്പൊ എന്താവും? ഇഫ് യു റോട്ട് ദ എക്സാം, റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ആയ റോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് യു റോട്ട് ദ എക്സാം, അപ്പൊ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? യു വുഡ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക്. വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അതേ സെന്റൻസ് തന്നെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു നോക്കിയേ. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം, ഹാഡ് പ്ലസ് റിട്ടൺ ടെൻസ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ. ഇഫ് യു ഹാഡ് റിട്ടൺ ദ എക്സാം എന്തെഴുതും? You have. You would have. Get first rank. Get എന്ന് പറയരുത്. would have കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കാവൂ. അപ്പൊ you would have got. No, you would have got the first rank. അതുപോലെ സീറോ കണ്ടീഷണൽ എന്നുള്ളതിന്റെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്തു.
സീറോ കണ്ടീഷണൽസില് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഇഫ് യു ഡിസോൾവ് സോപ്പ് ഇൻ വാട്ടർ, ഒരു പൊതുവായ സത്യമാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ഡിസോൾവ് സോപ്പ് ഇൻ വാട്ടർ or if you put soap in water, it dissolves. ഓക്കെ, അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ ഒരു ബോള് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അത് താഴേക്ക് വരും. പൊതുവായ ഒരു സത്യമല്ലേ? ഈ വാക്യം നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ ഒരു ബോൾ മുകളിലേക്ക് അല്ലെങ്കിൽ എയറിലേക്ക് നിങ്ങൾ എറിയുകയാണെങ്കിൽ അത് തിരിച്ചു വരും. എങ്ങനെ പറയാം? പറഞ്ഞു നോക്കാം നിങ്ങൾ. പറയാം. തുഷാര, സർ ഒന്നുകൂടെ പറഞ്ഞു. നിങ്ങൾ ഒരു ബോള് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ വായുവിലേക്ക് എറിയുകയാണെങ്കിൽ അത് താഴേക്ക് തന്നെ തിരിച്ചു വരും. പൊതുവായ കാര്യമാണല്ലോ. If you throw a ball in the air, it will come back. അവിടെ ഇറ്റ് വിൽ എന്ന് പറയണ്ട. കാരണം ഇഫ് യു ത്രോ എ ബോൾ ഇൻ ദ എയർ, നിങ്ങൾ ആകാശത്തേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് നിങ്ങൾ ഒരു ബോൾ എറിയുകയാണെങ്കിൽ അതൊരു പൊതുവായ സത്യമല്ലേ? It comes back. It comes back down or it comes down. ഉണ്ടോ? മഴ പെയ്യുകയാണെങ്കിൽ പുല്ല് നനയും. നമ്മളെങ്ങനെ പറയും? മഴ പെയ്യുകയാണെങ്കിൽ പുല്ല് നനയും. ഇവിടെ നമ്മൾ if it rains the grass gets wet. ഇവിടെയും പൊതുവായ ഒരു സത്യമാണ് പറഞ്ഞത്. പിന്നെ ആളുകൾ ധാരാളം ഭക്ഷിക്കുകയാണെങ്കിൽ അവര് തടി വെക്കും, അല്ലെങ്കിൽ അവര് ഫാറ്റി ആയിട്ട് മാറും. എങ്ങനെ പറയാൻ കഴിയും? If people eat a lot, and they get fat. So they get fat. So അപ്പോ ഇതാണ് സീറോ കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയണത് ഇഫ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇഫ് ക്ലോസിൽ വരുന്ന ആ ടെൻസ് അനുസരിച്ചിട്ടാണ് മെയിൻ ക്ലോസിൽ മാറ്റങ്ങൾ വരുന്നത്. നോക്കാം നമ്മള് ഇഫ് ഉപയോഗിച്ചിട്ട് ഇനി എങ്ങനെയാണ് ചോദ്യവാക്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിത്തരുമോ? ഞാൻ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിത്തരുമോ? ചോദ്യമല്ലേ ഇത്? ഇഫ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. ശരി, അതിന് മുൻപായിട്ടാണ് ഇഫ് ക്ലോസിന്റെ പ്രത്യേകതകൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ വാക്യം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാക്യത്തിൽ തർജിമ ചെയ്യേണ്ട ഭാഗം, വാക്യത്തിന്റെ ആദ്യ ഭാഗം ഇഫ് ചേർത്ത് ഇംഗ്ലീഷ് വാക്യത്തിന്റെ അവസാനമാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ മീനിങ് മനസ്സിലാക്കുന്നത് ഒരു സെന്റൻസിന്റെ അവസാനം മുതലാണ് അതിന്റെ
മീനിങ് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇവിടെ നോക്കാം, ഞാൻ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ, If I pass in the exam, if I pass the exam. ഇവിടെ ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ വ്യവസ്ഥ അല്ലെങ്കിൽ ഇഫ് എന്ന ആ വാക്യം, ഇഫ് ഉപയോഗിച്ചിട്ടുള്ള വാക്യം രണ്ടാമതും ചോദ്യം ആദ്യമാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുമോ? will you buy a cycle? എവിടെ നോക്കാം, പാസ് വിൽ യു ബൈ എ സൈക്കിൾ ഫോർ മീ. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് അതാണ്. ചോദ്യം ആദ്യം എഴുതാം, അതിനുശേഷം ഇഫ് ക്ലോസ് ഉപയോഗിക്കാം. വിൽ യു ബൈ എ സൈക്കിൾ ഫോർ മീ, കോമ, if I pass the exam. ഉണ്ടോ? അപ്പോ ഇഫ് ഉപയോഗിച്ച് നമ്മള് ചോദ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇഫ് ക്ലോസില് പ്രസന്റ് ടെൻസും ചോദ്യത്തിന് നമ്മൾ വിൽ ഓർ ഷാൽ എന്നാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇതാണ്. ആദ്യം വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, പിന്നെ ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അത് ഉണ്ടോ. വിൽ യു ബൈ എ സൈക്കിൾ, വിൽ എന്നാദ്യം ഉപയോഗിച്ചു, പിന്നീട് യു എന്ന സബ്ജക്റ്റ് ആണ്, അതിനുശേഷം ബൈ എന്ന വെർബാണ് ഉപയോഗിച്ചത് അല്ലെ. വിൽ യു ബൈ എ സൈക്കിൾ ഫോർ മീ, പിന്നെ എന്ത് ചെയ്യണം, കോമ ഇടാം, പിന്നെ ഇഫ് എന്ന് എഴുതാം, സബ്ജക്ട് പ്രസന്റ് ടെൻസ് പ്ലസ് ഓബ്ജക്ട്. അപ്പൊ വില്ല് ഉപയോഗിച്ചിട്ടല്ല, ഇഫ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഒരു ചോദ്യമാണ് ഉണ്ടാക്കിയത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വിൽ യു ബൈ എ സൈക്കിൾ ഫോർ മീ ഇഫ് ഐ പാസ് ദ എക്സാം എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചാൽ അയാള് വാങ്ങി തരുമെങ്കിൽ അയാൾ എന്തായിരിക്കും പറയണത്? യെസ്, ഐ വിൽ ബൈ എ സൈക്കിൾ ഫോർ യു ഇഫ് യു പാസ് ദ എക്സാം. ഇനി അയാൾ വാങ്ങി തരില്ല എന്നാണ് പറയണമെന്നുണ്ടെങ്കിലോ? No, നോ, I will not. will not. I will not buy a cycle for you if you pass the exam. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഒരു കോൺവെർസേഷന്റെ ആ ഒരു മെത്തേഡിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ മലയാളത്തിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് എക്സർസൈസ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. വ്യാകരണ നിയമങ്ങൾ മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല, അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു സെന്റൻസ് ആക്കി മാറ്റാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. ഞാൻ ഒരു ലിസ്റ്റ് തരികയാണെങ്കിൽ ആ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് എടുത്തു തരാമോ? ഞാൻ ഒരു ലിസ്റ്റ് തരികയാണെങ്കിൽ, അപ്പൊ ആ ഭാഗം അവസാനം എഴുതണം. നിങ്ങൾ ആ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുത്തു തരാമോ, അല്ലെ തരുമോ? നിങ്ങൾ ഇഫ് ക്ലോസ് ഉപയോഗിച്ച് ഈ വാക്യം എങ്ങനെ പറയും? ആദ്യം ക്വസ്റ്റ്യൻ എഴുതണം. Will you get me ആ some books from the library Yes. if I give you the list? if I give the list or if I give you the list. No. അപ്പൊ അത് എസ് ഓർണോ ആയിട്ട് നമുക്ക് എടുത്ത് തരില്ല എങ്കിൽ, അല്ലെങ്കിൽ തരുമെങ്കിൽ നമ്മൾ അങ്ങനെ പറയും, യെസ്, ഐ വിൽ ടേക്ക് സം ബുക്സ് ഫ്രം ദ ലൈബ്രറി ഇഫ് യു ഗിവ് ദ ലിസ്റ്റ്. നോ എന്നാണെങ്കിലോ? No, I will not. No, I will not take some books from the library if you give the list. പിന്നെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾ അമ്മയെ സഹായിക്കുമോ? അല്ല, സാധാരണ ചോദിക്കുന്ന വാക്യങ്ങളാണ്. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അമ്മയെ സഹായിക്കുമോ? എങ്ങനെ പറയും? Will you help your mother Will you help your mother? if your mother is working in the kitchen? If കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് വേണം. If she, If she is working in, no, is ഉപയോഗിക്കാൻ പാടില്ല. If you എന്നൊക്കെ will you help your mother? If she works എന്ന സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചോളണം. എന്താ if ക്ലോസിൽ സിമ്പിൾ പ്രസന്റും ചോദ്യത്തിൽ വില്ലത്തുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ will you help your mother if she works in the kitchen? അല്ലേ? ഇപ്പൊ നമ്മൾ പുകവലി ഒഴിവാക്കുകയാണെങ്കിൽ ലങ് ക്യാൻസർ തടുക്കാനാവുക. പുകവലി ഒഴിവാക്കിയാൽ ലങ് ക്യാൻസർ നമുക്ക് തടുക്കാനാവും. സാധാരണ കാഷ്വൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതെങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇപ്പോഴാണ് നിങ്ങൾ ഇഫും ഈ വില്ലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. Then how can you express this idea, turn this idea into English? If we avoid smoking. If അത് നിങ്ങൾ അവസാനം ചോദിക്കുക. അവസാനം ചോദ്യങ്ങളില് നിങ്ങൾ ഇഫ് ക്ലോസ് അവസാനം ഉപയോഗിക്കുക. നമുക്ക് ലങ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനാവുമോ? ആ വാക്യം ആദ്യം പറയണം. ചോദ്യം അതല്ലേ? എങ്ങനെ പറയും? Will we prevent Lung cancer lung cancer if we avoid smoking. if we avoid or give up smoking? And yes or no, നമ്മൾ ആൻസർ പറയണം. Yes, we will prevent lung cancer if we prevent if we give up smoking. No, ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? No, we will not prevent lung cancer if we give up. avoid smoking. No, പറയാൻ. ഇല്ല സർ, ഒന്നും പറഞ്ഞു. Okay. നോക്കാം, മുതിർന്നവരെ അനുസരിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാകുമോ? എങ്ങനെ പറയും? അവിടെ നമ്മൾ will എന്ന് ആദ്യം ഉപയോഗിക്കുക. Children, will the children become good If they obey the elders. Obey the elders. എന്താ ഇപ്പൊ വീരപ്പൻ പിടിക്കപ്പെടുകയാണെങ്കിൽ, സോറി, പോലീസ് പിടിക്കുകയാണെങ്കിൽ വീരപ്പന് ശിക്ഷ കിട്ടുമോ? Will Veerappan punish? If വീരപ്പൻ, സോറി, ആദ്യം will വീരപ്പൻ get punishment? If police if the police arrest him അല്ലെങ്കിൽ naps him, എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മള് കോൺവെർസേഷൻ മെത്തേഡാണ് ഇനി മുതൽ പഠിക്കേണ്ടത്. വ്യാകരണ നിയമങ്ങൾ കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ കോൺവെർസേഷനിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. കാണികൾ മഞ്ജു വാര്യരുടെ സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുമോ അവൾ വീണ്ടും അഭിനയിക്കുകയാണെങ്കിൽ? നമ്മൾ എങ്ങനെ പറയും? Will the audience appreciate Manju Warrior's film if she acts again? Yes, if she acts again. No. അപ്പൊ അവൾ നന്നായി നൃത്തം ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുമോ?
Will she get first prize if Ah. she performs well? Will she get the first prize എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയുള്ള നമ്പേഴ്സിന് മുമ്പിൽ ദ എന്ന് ഉപയോഗിക്കുന്നു. Will she get the first prize If if she performs performs well. or if she dances well? അല്ലേ? ഇപ്പോ ഞാൻ കൂട് തുറക്കുകയാണെങ്കിൽ ആ നായ പുറത്തേക്ക് വരുമോ? Will the dog come outside if I open the gate? Yes. അപ്പോ ഇതാണ് ഇഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോ. ഇഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോഴല്ല, ഇഫ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ആദ്യം തന്നെ നിങ്ങൾ വില്ലെന്ന് എഴുതുക, പിന്നെ അതൊരു ചോദ്യമായി രൂപീകരിക്കുക, ഇഫ് എന്ന കണ്ടീഷൻ അവസാനം ഉപയോഗിക്കുക. ഉണ്ടോ? നോക്കാം. അപ്പോ ഇപ്പൊ നമ്മള് എന്താ കണ്ടത്? വിൽ, അതുപോലെ ഇഫ് ക്ലോസില് പ്രസന്റ് ടെൻസും ആണ് നമ്മൾ കണ്ടത്. ഞാൻ അടുത്തൊരു വാക്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ പരീക്ഷയിൽ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിത്തരുമായിരുന്നു. അതും നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ പരീക്ഷയിൽ ജയിച്ചില്ല, നിങ്ങൾ എനിക്ക് വാങ്ങി തന്നില്ല. ഞാൻ പരീക്ഷയിൽ ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുമായിരുന്നു. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വുഡ് ഹാവ് എന്നാണ്. അപ്പൊ നമ്മൾ ആ വാക്യം എങ്ങനെ പറയും? വുഡ് യു ഹാവ് bought a cycle for me? വുഡ് ഹാവ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ക്ലോസിൽ എന്തുണ്ടായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം. അപ്പൊ വുഡ് യു ഹാവ് bought a cycle for me if I had passed the exam? എന്റെ മലയാളമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പരീക്ഷയിൽ ജയിച്ചിരുന്നുവെങ്കിൽ, അതായത് ഒരു അൺറിയൽ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഞാൻ പരീക്ഷയിൽ ജയിച്ചില്ല, നിങ്ങൾ എനിക്ക് സൈക്കിൾ വാങ്ങി തന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവതരിപ്പിക്കാനാണ് ഈ ടെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വുഡ് യു ഹാവ് എന്ന് ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വുഡ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് എഴുതിക്കൊള്ളണം, അതിനുശേഷമേ ഹാവ് എന്ന് ഉപയോഗിക്കാവൂ. അപ്പൊ വുഡ് you have bought a cycle for me if I had passed the exam? ആ വാക്യം ഇപ്പോ നമ്മൾ എസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആൻസർ യെസ്, വാങ്ങി തരുമായിരുന്നു എന്ന് നമുക്ക് പറയണം. നമ്മൾ എങ്ങനെ പറയും? യെസ്, I would have bought a cycle for you if you had passed the exam. നീ പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു സൈക്കിൾ വാങ്ങി തരുമായിരുന്നു. ഇനി നോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് തരുമായിരുന്നില്ല എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നോ, I would not have bought a cycle for you if you had passed the exam. ഞാൻ മലയാളത്തില് നിങ്ങളോട് മറ്റൊരു സെന്റൻസ് ചോദിക്കണം. അത് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ആലോചിച്ചിട്ട് പറയണം. അവൻ ശ്രദ്ധാപൂർവം കാർ ഓടിച്ചിരുന്നെങ്കിൽ ആ അപകടം സംഭവിക്കുമായിരുന്നു. അവൻ ശ്രദ്ധാപൂർവം കാർ ഓടിച്ചില്ല, അതുകൊണ്ട് അപകടം സംഭവിച്ചു. എങ്ങനെ പറയും? Would the accident happen
would that accident have happened? Would have എന്ന് ഉപയോഗിക്കണ്ടേ? Would that accident have happened? If he drove the car. If he കഴിഞ്ഞാൽ പിന്നെ past perfect ഉപയോഗിക്കണം. If he had driven the car carefully. Drove and driven. Drive, drove, driven. Drive in the past tense ആണ്. Drove in the past participle ആണ് driven. Okay. അപ്പോ അത് yes or no അവൻ നന്നായി ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചിരുന്നെങ്കിൽ അപകടം സംഭവിക്കുമായിരുന്നില്ല എന്ന് നമുക്ക് പറയണം. No, he would not have that accident would not have happened if he had driven the car carefully. Okay. Yes എന്നാണെങ്കിലോ that accident would have happened if he had driven the car carefully. അടുത്ത ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്ലേഷൻ മെത്തേഡാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ ട്രെയിനാണ് പോയിരുന്നതെങ്കിൽ അവൻ കൃത്യസമയത്ത് അവിടെ എത്തുമായിരുന്നു. അവൻ ട്രെയിനാണ് ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ അവൻ കൃത്യമായ സമയത്ത് അവിടെ എത്തുമായിരുന്നു. എങ്ങനെ പറയും നമ്മൾ ഈ ആശയം? പറയാം. നോ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. Would he have reached in time? Reached the in time എന്നല്ല, on time എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. On time and in time എന്ന ഈ രണ്ട് ഫ്രേസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. In time എന്ന് പറഞ്ഞാൽ ഇപ്പൊ I reached the railway station in time. അതായത് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് അല്പം മുമ്പ് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നോട്ട് earlier ആൻഡ് നോട്ട് ലേറ്റർ. അല്പം മുമ്പ് എത്തി എന്നാണ് ഇൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ അതല്ല, കൃത്യസമയത്ത്, അതായത് ട്രെയിൻ പോകുന്ന ആ സമയത്തെ ഞാൻ അവിടെ എത്തിയത്. അപ്പൊ ഈ വാക്യം നമ്മൾ എങ്ങനെ പറയും? Would he have reached on time if he had traveled by train? Yes, if he had traveled by train. No. അപ്പൊ അത് yes or no എന്ന ആൻസർ പറയണം. എങ്ങനെ പറയും നിങ്ങൾ? Yes, he would have. Yes, he would have reached there on time if he had traveled by train. No എന്നാണെങ്കിലോ? No, he would not have reached. അവിടെ നോ എന്ന് പറയുമ്പോ ആ വാക്യത്തിൽ നോട്ട് എന്നുണ്ടായിരിക്കണം. No, he would not have reached there on time if he had traveled by train. അല്ലേ? നോക്കാം. വ്യവസായികൾ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ പലർക്കും ഇവിടെ ജോലി ലഭിക്കുമായിരുന്നു. പലർക്കും എന്നുള്ളതിന് നമ്മൾ മെനി എന്ന വാക്ക് ഉപയോഗിക്കാം. നമ്മൾ എങ്ങനെ പറയും? Would many people have got a job? Would many people have got a job if വ്യവസായികൾ എന്നുള്ളതിന് ഇൻഡസ്ട്രിയലിസ്റ്റ്. If industrialists had come to Kerala. No.
നോക്കാം. അവള് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരു ജോലി കിട്ടുമായിരുന്നു. വിദേശത്ത് പോയില്ല, ജോലി ഒട്ട് കിട്ടിയില്ല. ഇതെങ്ങനെ ചോദിക്കുന്നു? Would she have Got a job? If she had gone. gone, if she had കഴിഞ്ഞാൽ had plus past participle വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കാൻ പാടുള്ളൂ. If she had Gone gone to abroad. abroad. No, if she had gone abroad. Gone to എന്ന് പറയാൻ പറ്റുമോ? എന്തോ? Gone to abroad. ഇല്ല പാടില്ല. കാരണം നോക്കാം, എബ്രോഡ് എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. അത് ആഡ്വർബ് ആണ്. അതായത് ഇൻ എ ഫോറിൻ ലാൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എബ്രോഡ് നിങ്ങൾ എപ്പോ ഉപയോഗിക്കണോ അപ്പോഴൊന്നും നിങ്ങൾ അതിന് മുമ്പിൽ ഒരു പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഷീ ഹാഡ് ഗോൺ എബ്രോഡ് അല്ലെ ഷീ ഗോസ് എബ്രോഡ്. ദാറ്റ് മീൻസ് ഷീ ഗോസ് ടു എ ഫോറിൻ കൺട്രി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഉപയോഗിക്കുന്ന ധാരാളം വാക്കുകളുണ്ട്. അപ്സ്റ്റേഴ്സ്, അവൾ ഇപ്പൊ മുകളിലെ നിലയിലേക്ക് പോയുള്ളൂ. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ അപ്സ്റ്റേഴ്സ് എന്നേ പറയാൻ പാടുള്ളൂ. അത് കോമൺ ഇറേഴ്സ് ആണ് ഇപ്പൊ നിങ്ങളോട് പറയണം. അത് വേറെ നാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു മന്ത്രി ആവുകയായിരുന്നെങ്കിൽ നിങ്ങൾ ദരിദ്രരെ സഹായിക്കുമായിരുന്നു. എങ്ങനെ പറയും? Would you have helped the poor people? പുവർ എന്ന് പറഞ്ഞാൽ മതി. നോക്കാം, POOR പുവർ എന്ന് പറഞ്ഞാൽ ദരിദ്രമായ, അല്ലെ? അതിനു മുമ്പ് ദ എന്ന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പുവർന്നായി അതിന്റെ അർത്ഥം ദരിദ്രർ. ഇങ്ങനെ അജക്റ്റീവ്സിന് മുമ്പിൽ നമ്മൾ ദ എന്ന് ഉപയോഗിച്ചാൽ അത് ഒരു വർഗത്തെ കാണിക്കുന്ന പദമായിട്ട് മാറും. റിച്ച് എന്ന് പറഞ്ഞാൽ സമ്പന്നമായ. ദ റിച്ച് എന്ന് പറഞ്ഞാലോ സമ്പന്നർ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയുടെ പേരാണ്. ബട്ട് ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ എന്നാണ് അതിന്റെ അർത്ഥം. ഡച്ച് is also, it also indicates a language, but the Dutch എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ. ഇത്രയും വ്യത്യാസമുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ ചോദ്യം ഇതാണ്, would you have helped the poor if you had become a minister? അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും, yes, I would have helped the poor if I had become. had കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാവൂ. നിങ്ങൾക്ക് ആ സ്ട്രക്ചർ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് എക്സാമ്പിൾസ് ചോദിക്കുന്നത്. ഇഫ് ഐ ഹാഡ് ബിക്കം എ മിനിസ്റ്റർ. നോ എന്നാണെങ്കിലോ നോ, ഐ വുഡ് നോട്ട് ഹാവ് ഹെൽപ്ഡ് ദ പുവർ ഇഫ് ഐ ഹാഡ് ബിക്കം എ മിനിസ്റ്റർ. അവളുടെ രോഗം നേരത്തെ ഡയഗ്നോസ് ചെയ്തിരുന്നെങ്കിൽ ഡോക്ടേഴ്സിന് അവളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയും? അവളുടെ രോഗം നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർമാർക്ക് അവളെ രക്ഷിക്കാനാകുമായിരുന്നു. എങ്ങനെ പറയും? മലയാളത്തിൽ ആശയം കേട്ടാൽ ഉടനെ നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന് പ്രാക്ടീസ്, എ ഗ്രേറ്റ് പ്രാക്ടീസ് ഇസ് റിക്വയർഡ് ഫോർ ദിസ്. ഈ വാക്യം എങ്ങനെ പറയും? Would the doctors have served her? അല്ലേ? Would the doctors have served her? If they diagnosed.
if they had diagnosed, എന്താ നിങ്ങൾ ടെൻസിൽ വരുന്ന മാറ്റം ഇത് സംസാര ഭാഷയിലാവുമ്പോ ഈ ഗ്രാമർ റൂൾസ് കാര്യമായിട്ട് കണക്കിലെടുക്കില്ല. പക്ഷെ നമ്മള് സംസാര ഭാഷയാണെങ്കിലും ബ്രിട്ടൻ ലാംഗ്വേജ് ആണെങ്കിലും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ശുദ്ധമായി സംസാരിക്കാന്നുള്ളതാണ് നല്ലത്. അപ്പോ ഇഫ് ദേ ഹാഡ് ഡയഗ്നോസ്ഡ് ഹെർ ഡിസീസ്, അല്ലെ, ഇഫ് ദേ ഹാഡ് ഡയഗ്നോസ്ഡ് ഹെർ ഡിസീസ് എർലിയർ, നേരത്തെ എന്നർത്ഥം കിട്ടാൻ എന്തുപയോഗിക്കും? എർലിയർ. ഉണ്ടോ? പിന്നെ ഇഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോ മറ്റൊരു പ്രത്യേക പ്രയോഗം കൂടി ഉണ്ട്. ഇഫ് പ്ലസ് ഐ പ്ലസ് വർ, ഇഫ് ഐ വയർ എന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? ഇഫ് ഐ വർ പ്ലസ് പിന്നെ ഒരു സബ്ജക്റ്റ് ഐ. ഞാൻ പറയാണ്, ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഇവിടെ ഇഫ് ക്ലോസിൽ നിങ്ങൾ ഐ എന്ന് ഉപയോഗിക്കാം, വേർ എന്നാണ് ഉപയോഗിക്കുന്നത്, WERE. ഇഫ് ഐ വേർ എന്നൊരു പ്രയോഗമാണ്. അതായത് ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനാണ് ഈ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ കാശ്മീർ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ പറയൂ വാക്യം, ഇഫ് I were there, the prime minister, I would have solved the Kashmir problem. yes, I would have solved the Kashmir issue. അല്ലേ? ഞാനൊരു ഡിസ്പ്യൂട്ട് എന്താണ് സർ? ഡിസ്പ്യൂട്ട് കാശ്മീർ ഡിസ്പ്യൂട്ട്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പറക്കുമായിരുന്നു. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഞാൻ പക്ഷിയാവില്ല, തീർച്ചയായിട്ടും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പറയണത്. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് പറക്കുമായിരുന്നു. If I were a bird, I would have fly എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്ലോൺ എന്നാണ്, FLOWN. flown away to America. I would have flown to America. എന്താ? ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ വിദേശ മദ്യം നിരോധിക്കുമായിരുന്നു. If I were a chief minister, If I were the chief minister, I would have നിരോധിക്കുക എന്നുള്ളതിന് ban, BAN. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ban. I would have banned foreign liquor. ഇപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം, നോക്കാം. ഞാൻ ഒരു ദിവസം എന്നെ ഏകാധിപതിയാക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ മദ്യശാലകളും ഞാൻ അടപ്പിക്കുമായിരുന്നു. മഹാത്മജി പറഞ്ഞൊരു വാക്യമുണ്ടോ? ആ വാക്യം നമ്മൾ എങ്ങനെ പറയും? ഇഫ് ഐ വർ made dictator for a day, I would have closed down all the liquor shops throughout the country. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ ധാരാളം പ്രൊഫഷണൽ കോളേജുകൾ സ്ഥാപിക്കുമായിരുന്നു അല്ലെങ്കിൽ ആരംഭിക്കുമായിരുന്നു. ഈ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ പറയാം. എങ്ങനെ പറയും? If I were the education minister, I would have started more professional colleges. ഇതാണ് ഇഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത. ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കാം. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്, മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, കണ്ടോ? ക്യാൻഡേയും മെയ്ഡേ എല്ലാം പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. വുഡ്, മൈറ്റ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഇനി ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഇനി ഓപ്പൺ കണ്ടീഷൻ, സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ
അതിൽ ഇഫ് ക്ലോസിലും പ്രസന്റ് ടെൻസ് ആയിരിക്കണം, മെയിൻ ക്ലോസിലും പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നോ ഡൗട്ട്സ്? ഇല്ല സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ആൻ എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദീസ് യൂസേജസ്. നിങ്ങൾ 10 എക്സാമ്പിൾ നിങ്ങൾ സ്വയമായിട്ട് എഴുതണം. പ്രസന്റ് ടെൻസും അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റും ഉപയോഗിച്ചുകൊണ്ട്. ഇത് ഒരു അവറിലേ ഉള്ളൂ അല്ലേ? ഓക്കെ ദെൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണ്ട് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഓക്കെ സർ. Then we will meet in the coming class. ഓക്കെ സർ. പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും മനസ്സിലാവണല്ലേ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. അല്ലല്ലോ വരാനല്ലേ ഉച്ചയ്ക്ക് ഓക്കെ.